തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അവസാന ലാപ്പിലേക്ക് പ്രചരണം കടന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കോട്ടയിലാണ്. പാലക്കാട് പ്രചരണം ഉച്ചസ്ഥായിയിലാണ്. നമുക്കറിയാം, ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. ഇവിടെ 3 സ്ഥാനാർത്ഥികളും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാം. BJP വലിയ പ്രതീക്ഷയിലാണ്. ശോഭാ സുരേന്ദ്രനിലൂടെ അക്കൗണ്ട് വീണ്ടും തുറക്കാനാകുമെന്ന പ്രതീക്ഷയാണ് BJPയെ സംബന്ധിച്ചുള്ളത്. അതേസമയം തന്നെ UDF രമേശ് പിഷാരടിയിലൂടെ മണ്ഡലം നിലനിർത്താനാകുമെന്ന വലിയ പ്രതീക്ഷ പുലർത്തുമ്പോൾ LDF NMR റസാഖിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ്. അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പാലക്കാട് എന്താണ് ഈ അവസാന ലാപ്പിൽ ജനങ്ങൾക്ക് പറയാനുള്ളത്? ജനങ്ങൾ എങ്ങനെ പാലക്കാടിന്റെ ഈ മത്സരം കാണുന്നു എന്നതാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ഇവിടെ രാവിലെ എക്സസൈസിനൊക്കെയായി വന്ന ആളുകളുണ്ട്. അവരോട് തന്നെ ചോദിക്കാം, എന്താണ് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പാലക്കാട്ടെ സാഹചര്യം? പാലക്കാട് സാഹചര്യം നോക്കുമ്പോ ഇപ്പോ UDFനാണ് ഇപ്പൊ സാധ്യത കൂടുതൽ കാണുന്നത്. ജനങ്ങളിപ്പോ മാറി ചിന്തിക്കാൻ തുടങ്ങി. ആദ്യം അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു, ഇപ്പൊ മാറി. ജനങ്ങളിപ്പോ മാറി ചിന്തിക്കാൻ തുടങ്ങി. എല്ലാറ്റിലും പൊതുവെ ഇപ്പൊ എല്ലാം കൊണ്ടും എല്ലാ മേഖലയും തകർന്നു കിടക്കാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ജനങ്ങൾ ഇത് മാറി ചിന്തിക്കാൻ തുടങ്ങി. പല തരത്തിലും എല്ലാവർക്കും പല ബുദ്ധിമുട്ടുകൾ കാരണം ഇപ്പൊ UDFിലേക്കാണ് വരാനുള്ള ജയിച്ചിരുന്നത്. ഇപ്പൊ ഇനി വരാൻ പോണത് ഇനിയിപ്പോ UDFിലേക്ക് തന്നെ വരാൻ പോണത്. പിഷാരടിയാണ് ഇതിലേക്ക് വരാനുള്ള മുൻതൂക്കം കാണുന്നത് ഇപ്പോ നിലവില്. രമേശ് പിഷാരടിക്കാണ് ഇപ്പൊ മുൻതൂക്കം. ഇന്നലെ കഴിഞ്ഞ ദിവസം വടക്കന്തറയിലൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവമൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയാണല്ലോ മണ്ഡലത്തിൽ. എങ്ങനെയാണ് പൊതുവെ സാഹചര്യങ്ങളെ മാറ്റുന്ന തരത്തിലൊക്കെ ആ ചർച്ചകൾ എത്തിയിട്ടുണ്ടോ? അങ്ങനെ ആ ചർച്ച വലുതാക്കാനുള്ള ഒരു കാര്യമൊന്നുമില്ല. കാരണം ഇതിനെക്കാട്ട് വലിയ ചർച്ചകളൊക്കെ ഇവിടെ UDFിലൊക്കെ നടന്നതാണ്. ഇതൊരു സംഭവം ചെറിയൊരു സംഭവമാണ്. അതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു സംഭവമല്ലല്ലോ. അത് പൊതുവായിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഇത്ര വൈറലാക്കാനൊന്നുമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് ഇതിന് വോട്ടൊന്നും നഷ്ടപ്പെടുന്നു തോന്നുന്നില്ല. അങ്ങനെ അതിനെ രാഷ്ട്രീയക്കാരെ ട്രെൻഡ് ഇപ്പൊ 3 പേർക്കും ട്രെൻഡാണ്. ഇപ്പൊ പറയാൻ പറ്റില്ല. ഇപ്പൊ UDFന്റെ മണ്ഡലമാണ് ഇത്. UDFന്റെ കോൺഗ്രസ് ആണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഷാഫി പറമ്പ് ജയിച്ചു, രാഹുൽ മാങ്കൂട്ടും ജയിച്ചു, ഇപ്പൊ പിഷാരടിയാണ്. ഇപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലമായിരിക്കും ഇത്. അപ്പൊ ആർക്കാണ് ഇതൊരു മുൻതൂക്കെന്ന് പറയാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തത വരുന്നുണ്ടോ തെരഞ്ഞെടുപ്പ്? ഞങ്ങൾക്ക് ഇടതുപക്ഷം ജയിക്കുന്നതാണ് ഞങ്ങളുടെയൊക്കെ ഒരു കണക്കുകൂട്ടല്. ആഗ്രഹം മാത്രമല്ല, ഈ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുന്ന സമയത്ത് ശക്തമായ പ്രചരണം ഇടതുപക്ഷം ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷം വരാനുള്ള സാധ്യതയാണ് ഞങ്ങൾ. NMR സൈലന്റ് ആയിട്ട് കളം പിടിച്ചോ? അല്ല, ഞങ്ങൾ അതിൻ്റെതായിട്ടുള്ള വർക്കുകളും മറ്റുള്ള അപേക്ഷിച്ച് കുറെ വർക്കുകളൊക്കെ കൂടുതലായിട്ട് സ്കോഡ് വർക്കും മറ്റുമായിട്ട് ഒരു നല്ല ഇതിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷം വരും എന്നുള്ളതാണ് ഞങ്ങളുടെ. കാൻഡിഡേറ്റ് ആണ്, ഡീലാണ് എന്നതൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിലെ ആരോപണം. അത് മാറ്റി പരസ്പരമുള്ള ശക്തമായ മത്സരത്തിലേക്ക് എല്ലാവരും എത്തിയോ? അതെ, പൂർണ്ണമായിട്ടും ഇത്തവണ NMR റസാഖ് ജയിക്കാൻ തന്നെയാണ് ചാൻസ്. കാരണം പാലക്കാടുള്ള ഒരേ ഒരു സ്ഥാനത്ത് NMR റസാഖാണ്. പിന്നെ പാലക്കാട് തന്നെ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. കച്ചവടക്കാരൊക്കെ മുഴുവൻ പിന്തുണ പുള്ളിക്ക് തന്നെ കിട്ടും. പിന്നെ എന്തായാലും ഇത്തവണ വീണ്ടും 3ാം പിണറായി സർക്കാർ വരുന്നുള്ളതിന് 100% ഉറപ്പാണ്. അപ്പോൾ വെറുതെ ഒരു MLA വേറെ MLA കൊടുത്ത് പാലക്കാട് പുറകിലേക്ക് പോകണ്ട, പാലക്കാട് മുന്നിലേക്ക് വരണം. പാലക്കാട് ഒരു 10 വർഷമായി ചത്തു കിടക്കണം, അത് മാറി മുന്നിലേക്ക് വരണം. ജയിക്കും, NMR ജയിക്കും. എന്താ സാഹചര്യം, എങ്ങനെയാ കാണുന്നത്? ഇവിടെ UDF വരും. ഇത് UDFന്റെ മണ്ഡലമാണ്. നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും ശ്രീ രമേശ് പിഷാരടി. ജയിച്ചവരൊന്നും മണ്ഡലത്തിന്റെ പേര് പോലും കളഞ്ഞില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ അതൊക്കെ രാഷ്ട്രീയ പകപോക്കല, അതൊന്നും നോക്കണ്ട. ഇവിടെ UDF അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പൊ അതൊന്നും നോക്കണ്ട. ഈ വിഷയത്തില് UDF വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും, നമുക്ക് ഉറപ്പുണ്ട്. കളം പിടിച്ചോ? പിഷാരടി കളം പിടിച്ചു, ജയിച്ച മാതിരി തന്നെയാണ്. നിങ്ങൾ അതൊന്നും നോക്കണ്ട. അത് ഇലക്ഷൻ അല്ലേ, അതൊക്കെ അവരുടെ വർക്ക് പോയിക്കോട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ വർക്കിൽ പോയിക്കോളും. എന്താ എങ്ങനെയാ കാണുന്നത് തെരഞ്ഞെടുപ്പ് സാഹചര്യത്തെ? 3 ആൾക്കും ചാൻസ് ഉണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. പിഷാരടിക്കാണ് മുൻതൂക്കം പിഷാരടിക്ക്. പിഷാരടി ഒരു വീക്ക് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചകളൊക്കെ ആയിരുന്നല്ലോ ആദ്യം. അയാൾ പാലക്കാട്ടുകാരനാണ്, കുഴൽമന്തുകാരനാണ്. പിഷാരടിക്കാണ് മുൻതൂക്കമുണ്ട്. ഓക്കെ, പിഷാരടിക്ക് മുൻതൂക്കം എന്നതാണ് പറയുന്നത്. UDFനാണ് സാഹചര്യം എന്ന് പറയുന്നു. ഇനിയും കുറെ അധികം ആളുകളുണ്ട്, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നമുക്കറിയാം, കോൺഗ്രസിന്റെ ഉറച്ച ഒരു മണ്ഡലമാണ്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാ ഇനി 2-3 പേരുകൂടി ഉണ്ട്. എന്താ സാഹചര്യം പാലക്കാട് അവസാനം? പാലക്കാട് സാഹചര്യം UDFന് തന്നെയാണ്. എന്താ പറയുക, BJP CPM കൂട്ടുകെട്ടെല്ലാം ഒരുവിധം എല്ലാവർക്കും വെളിപ്പെട്ട് കഴിഞ്ഞതാണ്. ഇത് കുറേ കാലമായിട്ടുള്ള BJPയുടെ ആവശ്യമായിരുന്നു CPM ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തണം, കോൺഗ്രസിന്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളത്. അത് ഇപ്രാവശ്യം അവർ നടത്തി കൊടുക്കുക ചെയ്തത്.
അപ്പൊ എന്തുകൊണ്ടും ആ സാധ്യത സ്പ്ലിറ്റായ BJP ഗുണമാവത്തില്ലേ? ആവില്ല. അതൊരു തെറ്റായ ധാരണ മാത്രമാണ്. UDF വിജയം നിശ്ചയമാണ്. ഇവിടെ പിഷാരടി ജയിച്ചു എന്ന് തന്നെ പറയാം. ഷുവർ. ഇന്നലെയൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പിഷാരടിക്ക് അനുകൂലമായ സാഹചര്യം അതെല്ലാം കൂടുതൽ പിഷാരടിക്ക് കുറച്ച് പോസിറ്റീവായിട്ട് കൂടുതൽ സാഹചര്യങ്ങൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. അവര് ആര് ക്രിയേറ്റ് ചെയ്താലും വടക്കന്തറയിൽ മറ്റേ ഇഷ്യൂ കണ്ടിരുന്നു. പക്ഷെ അല്ലാതെ അനുകൂലമായിട്ട് വരുന്നുള്ളൂ. പാലക്കാടിന്റെ സെക്യുലറിസം വെച്ച് നോക്കുകയാണെങ്കിൽ പിഷാരടി എന്തായാലും ജയിക്കും. ശരി, സെക്യുലർ മനസ്സാണ് പാലക്കാടിന്. അപ്പോ പിഷാരടി തന്നെ ജയിക്കുമെന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നമുക്ക് കൂടുതൽ ആളുകളോട് ചോദിക്കാം. എന്തായാലും പ്രവചനം അസാധ്യമാക്കുന്ന തരത്തിലുള്ള മത്സരമാണ് പാലക്കാടിനെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കുറെ അധികം പേരുണ്ട്. അപ്പൊ അവരോട് നമുക്ക് ചോദിക്കാം. ഇവരൊക്കെ സ്ഥാനാർത്ഥികൾ തന്നെ ഇവിടെ പലതവണ വന്നു പോയിട്ടുള്ളവരാണ്. തെരഞ്ഞെടുപ്പൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്ന കുറെ അധികം ആളുകളാണുള്ളത്. എങ്ങനെയുണ്ട് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് ചൂട്? തെരഞ്ഞെടുപ്പ് നല്ല ചൂടാണ്. ഇപ്പോ അന്തരീക്ഷം ചൂടാണ്, തെരഞ്ഞെടുപ്പും ചൂടാണ്. പ്രചരണം തുടങ്ങിയ അടുത്ത് നിന്ന് ഇപ്പോ ട്രെൻഡ് മാറുന്നുണ്ടോ? ട്രെൻഡ് മാറുന്നുണ്ട്, ചെറിയ മാറ്റമുണ്ട്. ഇപ്പൊ ബലാബലമാണ്. ഇപ്പോ ആർക്കനുകൂലം? അനുകൂലം ശോഭ തന്നെയാണ്, ശോഭയ്ക്ക് തന്നെയാണ്. പക്ഷെ ഇന്നലെ ഈ വടക്കന്തറയിലെ സ്ഥാനാർത്ഥിയെ തടഞ്ഞതൊക്കെ വലിയ മോശമായില്ലേ? അത് ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും തടയുന്നത് മോശം തന്നെയാണ്. അത് എല്ലാവരും പറയുന്നത് നിഷ്പക്ഷമായിട്ടൊരു കാര്യമാണ്. പക്ഷെ ഏതോ ഒരു 2-3 സ്ത്രീകൾ അത് ചെയ്ത് ഒരു വലിയൊരു പേരുദോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇലക്ഷന് വലുതായി ബാധിക്കില്ല. അതാണ് എന്റെ അഭിപ്രായം. ശോഭയ്ക്ക് ഒരു പണി കൊടുത്തതാണോ എന്നും അതും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആയിരിക്കാം. കാരണം ഇതിന്റെ അന്തർനാടകങ്ങൾ ഒരുപാട് നടക്കണ്ടല്ലോ. പാർട്ടിക്കുള്ളിൽ നിന്നല്ലേ? പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല എന്നാണ് വിശ്വാസം. പക്ഷെ ഈ ഒരു സംഭവത്തോട് ചെറിയ സംശയം എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതെ. അപ്പോ ക്യാമ്പിനുള്ളിൽ നിന്ന് പണി കിട്ടിയതാണോ എന്നുള്ള സംശയം ഉൾപ്പെടെ. എങ്ങനെയാണ് പാലക്കാട്ടെ സാഹചര്യം? ഈ പിഷാരടി, ശോഭാ സുരേന്ദ്രൻ, NMR, നമ്മൾ ഇതുവരെ സംസാരിച്ചവരെല്ലാം എല്ലാവർക്കും സാധ്യതകൾ പറയുന്നു. എങ്ങനെ നോക്കുന്നു? ശക്തമായ പോരാട്ടമാണ് മൂന്നാളും നടത്തുന്നത്. ഇതുവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ LDF 3-ാം സ്ഥാനത്താണ്. പക്ഷെ ഇപ്രാവശ്യം നമ്മളൊരു വ്യവസായിയാണ് വന്നിരിക്കുന്നത്. ഹോട്ടൽ മേഖലയിൽ ഗംഭീരമായി നിൽക്കുന്ന ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന നേതാവാണ്. അയാൾ കാര്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ 2014 മുതൽ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. ശോഭാ സുരേന്ദ്രന് സാധ്യത എന്ന് സർവേ പറയുന്നു. പക്ഷെ ഈ കഴിഞ്ഞ 2 ദിവസത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പല പാർട്ടികളിൽ നിന്നും നേതാക്കൾ NDAയിലേക്ക് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതുവരെ 3-ാം പിണറായി സർക്കാരിന് സാധ്യത തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാവാൻ കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്. അവർ സംഘടനാപരമായിട്ട് കുറെ ന്യൂനതകളുണ്ട്. പക്ഷെ ഇപ്പോ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. NDAയിലേക്ക് CPI കുറെ ആൾക്കാർ വന്നു. അതുപോലെ തന്നെ കുറെ പാർട്ടിയിൽ നിന്ന് ആൾക്കാർ നേതാക്കന്മാരാ വരുന്നത്, മുൻ MLA വരുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല കാര്യങ്ങൾ. തീർച്ചയായിട്ടും പാലക്കാട് മാത്രമല്ല, NMR വ്യവസായിയാണ്. ഈ വ്യവസായി ആയതുകൊണ്ട് പാലക്കാടിന് എന്തെങ്കിലും അനുകൂല സാഹചര്യം ഉണ്ടോ? ഇത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പ്, ഈ ജനോത്സവം എന്ന് പറയുന്നത് വലിയൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഇതിൽ ജനങ്ങൾ കാണേണ്ടതും കാണുന്നതും പണ്ടത്തെ പോലെ ഒന്നും അല്ല. ഇപ്പോൾ ആൾക്കാരുടെ ഒരു ശാന്തോ ഒന്നും നോക്കിയിട്ടല്ലല്ലോ. ഇത് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. കേരളത്തിന്റെ വികസനം നോക്കൂ, എല്ലാ രംഗങ്ങളിലും. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ സർക്കാരിന്റെ ഒരു തുടർച്ചയാണ്. അപ്പൊ അതിന് ആരാണോ 10 വർഷം ഭരിച്ചപ്പോൾ പാലക്കാട് വേറെ ആളായിരുന്നു. പാലക്കാട് വേറെ ആയിരുന്നു. എന്തുകൊണ്ടാ? പാലക്കാടിന്റെ ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് അത്. അപ്പൊ ജനങ്ങൾ മാറി ചിന്തിക്കില്ല എന്നുണ്ടോ? ഇല്ല. അതിന് പ്രാപ്തനായ നല്ല കഴിവുള്ള ഒരു മികച്ച സംഘാടകനാണ് LDF ഇപ്രാവശ്യം നിർത്തിയിരിക്കുന്നത്. ബിസിനസ്സുകാരാണോ? അല്ലല്ല, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് രാഷ്ട്രീയം പറയാൻ പറ്റില്ല. ഞാൻ എന്റെ നിലവിൽ ഞാൻ ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ ആരോഗ്യ വകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തെ നേട്ടം മാത്രം മതി എനിക്ക് ഈ സർക്കാർ വീണ്ടും മുന്നോട്ട് പോകണമെന്ന് പറയാൻ. അപ്പൊ അതിന് മികച്ചൊരു സ്ഥാനാർത്ഥി കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് വിമർശനം കേൾക്കാതെ ഇരിക്കില്ലല്ലോ. അതെന്തായാലും ഉണ്ടാവും. ഒരു പ്രശ്നം വന്നാൽ അത് അടിയന്തരമായി ഇടപെട്ട് പരിഹരിച്ച് അവിടെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിന്റെ ലക്ഷ്യം. അതാണ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു വിലയിരുത്തലാണ് വേണ്ടത്, താരതമ്യപ്പെടുത്തലാണ് വേണ്ടത്. പണ്ടത്തെ ഒരു 10-15 വർഷം മുമ്പത്തെ അവസ്ഥയും ഇപ്പോഴും അങ്ങനെയാണ് വേണ്ടത്. ശരി, എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥനാണ്, രാഷ്ട്രീയം പറയാൻ പറ്റത്തില്ല. പക്ഷേ അഭിപ്രായം പറയുകയാണ്. അതെ, വോട്ടർ എന്ന നിലയിലുള്ള അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ സാഹചര്യം?
ശോഭാ സുരേന്ദ്രൻ ജയിക്കും. ആണ്. നിങ്ങൾ വെയിലുള്ള വെറുതെ വേസ്റ്റ് ആണ്. നമ്മള് വെയിലുണ്ട്, അല്ല അത്രേ ഉള്ളൂ. ചാനലുകാർ നിങ്ങൾ ജോലി ചെയ്യണം. ഓക്കെ, ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കും. കാരണം 3 പ്രാവശ്യം ജയിപ്പിച്ചു വിട്ട കോൺഗ്രസ്സുകാരുടെ അവസ്ഥയ്ക്ക് അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ വലിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ അത് ജനങ്ങളെ പറയുന്നില്ല. അയാൾ മാത്രം നാണക്കേട് ഉണ്ട്. ലേഡീസ് പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരു വർത്തമാനം ഉണ്ടാവുമല്ലോ എത്രയായാലും. പെൺ ലേഡീസ് വോട്ടിന്റെ ഒരു കുറവ് എന്തായാലും അത് ശോഭാ സുരേന്ദ്രന് കിട്ടും. അതുകൊണ്ട് ഗംഭീര വിജയം നേടും ശോഭാ സുരേന്ദ്രൻ. യാതൊരു സംശയം വേണ്ട. കേരളത്തിൽ UDF ഭരണത്തിൽ വരും. പിണറായിന്റെ അട്ടൂഴിയമായ അടിമത്തുള്ള ഇത് മാറിപ്പോകും. അഹങ്കാരം. പാലക്കാട് ശോഭ ജയിക്കും, UDF അധികാരത്തിൽ വരും. 85 സീറ്റിൽ അധികാരത്തിൽ വരും. അപ്പോ നമ്മള് പാലക്കാടിന്റെ കാര്യം മാത്രമേ ചോദിച്ചുള്ളെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ സാഹചര്യം കൂടി പറയുന്നു. ഇവിടെ ഉള്ള ആളല്ല. ഓക്കെ, ശരി. ഓക്കെ. ബൈക്ക് അവിടെ ആളുകൾ അവരുടെ കാര്യങ്ങൾ പറയുമ്പോ തന്നെ ഇവിടെ റെസ്പോൺസ് വന്നു. ശക്തമായ നേതൃത്വം വഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. മറ്റേ രണ്ടുപേർക്കും രാഷ്ട്രീയ പരമ്പരയൊന്നും ഇല്ല അതിനകത്തില്ല. പിന്നെ വെറുതെ അവർക്ക് പേയ്മെന്റ് സീറ്റ് പോലെ കയറ്റി വെച്ചിട്ട് അതിലൊരു അർത്ഥമില്ല. ജനങ്ങൾക്ക് ഇപ്പൊ നല്ല ബുദ്ധിയുണ്ട്. അതുകൊണ്ട് അവർക്ക് കിട്ടാൻ ചാൻസ്, ശോഭയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ കഴിഞ്ഞ ഭരണത്തിൽ അവർ പറയുന്ന ഒരുപാട് വികസനം അവരവരുടെ വീടാ വികസിച്ചിട്ടുള്ളൂ, അല്ല നമുക്ക് നാട് വികസിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നല്ലൊരു വികസനത്തിന് പിന്നെ കേന്ദ്രം ഭരിക്കുകയാണെങ്കിൽ അത് പാലക്കാട് നിന്ന് ഒരു നേതാവ് വരികയാണെങ്കിൽ, NDA ഒരാൾ വരികയാണെങ്കിൽ അതിന് ഫോഴ്സ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്നത് കേന്ദ്രത്തിൽ നിന്നാണ്. അപ്പൊ അതിനെ വെറുതെ എന്റെ ഫണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ജയിക്കണം എന്നാണ് എന്റെ പ്രധാനമന്ത്രിക്ക് ഒരുപാട് തവണ പോയിട്ട് പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, ബജറ്റിലും ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ, മാസങ്ങളേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ വരുന്നില്ലുള്ളൂ, നമുക്ക് ഇപ്പൊ ഒന്നും ആയിട്ടില്ലല്ലോ. പിന്നെ ഒരാൾ പറഞ്ഞു, പിന്നെ എന്താണ് ഞാൻ ജയിച്ചാല് എന്താണ് മമ്മൂട്ടിയെ കൊണ്ടുവരും പറഞ്ഞു. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഞാൻ 100 ദിവസത്തിനുള്ളിൽ 700 കോടി രൂപ ബഡ്ജറ്റ് കൊണ്ടുവരും. അപ്പൊ ജനങ്ങൾ കേൾക്കുകയാണെങ്കിൽ സത്യമാണെങ്കിൽ നന്നായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അത്ര തന്നെ. ശരി, എന്തായാലും ആ വാഗ്ദാനങ്ങളാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഇനിയും സമയമുണ്ട്. തിരുവനന്തപുരം നമ്മൾ കേട്ടതാണ് അല്ലേ, ചോദിച്ചതാണ്. എന്താണ്, എങ്ങനെയാ കാണുന്നത് തെരഞ്ഞെടുപ്പ്? ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ല ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ. ഒരാൾ ജയിക്കണ്ടേ? ജയിക്കും, ഭൂരിപക്ഷം ആർക്കും ഉണ്ടാവില്ല. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി പക്ഷേ LDF ആയിരിക്കും. LDF തന്നെ അധികാരത്തിൽ വരും. സംസ്ഥാന സാഹചര്യ പറഞ്ഞത്. പാലക്കാട് സാഹചര്യം എന്താ? പാലക്കാട് സ്ത്രീകള് ഭൂരിപക്ഷവും ശോഭാ സുരേന്ദ്രനൊപ്പമാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രനാണ് ജയിക്കാൻ സാധ്യത. അപ്പോ ഇവിടെ ശോഭ ജയിക്കും, അവിടെ ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ല. അപ്പം ശോഭ തീരുമാനിക്കോ സംസ്ഥാന? തീർച്ചയായിട്ടും അതിനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, എന്തായാലും BJP പ്രവർത്തകരാണോ? അനുഭാവിയാണ്. BJP അനുഭാവിയാണ്. വലിയ സ്വപ്നങ്ങളാണ്. സംസ്ഥാനത്ത് ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു സാഹചര്യം വരും. അങ്ങനെയാണെങ്കിൽ BJPക്ക് കിട്ടുന്ന സീറ്റുകൾ നിർണായകമാകുമെന്ന് വരെ പറയുന്നു. എന്താണ് പാലക്കാട് സാഹചര്യം? പാലക്കാട് ശോഭാ സുരേന്ദ്രൻ തീർച്ചയായിട്ടും ജയിക്കാൻ സാധിക്കും. ജയിക്കും. കൂട്ടി അക്കൗണ്ട് ഇവിടെ പാലക്കാട് തുറക്കും. തീർച്ചയായിട്ടും തുറക്കും. തിരുവനന്തപുരത്തും തുറക്കും. പാലക്കാട് മാത്രമല്ല തിരുവനന്തപുരത്തും 3 സീറ്റ് കൺഫേം ആണ്. ചന്ദ്രശേഖർ ജയിക്കും, സുരേന്ദ്രൻ ജയിക്കും, ശോഭാ സുരേന്ദ്രൻ ജയിക്കും. കുറയില്ല, കൂടും. 3 കുറയില്ല, അത് ഉറപ്പാണ്. 3 കുറയില്ല. 3 പറയുന്നത് നേമത്ത്, മഞ്ചേശ്വരത്ത്, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജി. അപ്പൊ ഈ 3 കുറയില്ല. 3 BJPയുടെ ജയം പ്രവചിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേവല ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ BJP നിർണായകമാകുമെന്ന് പറയുന്നു. നമുക്ക് കുറച്ച് ആളുകളെ കൂടി കാണാം. എന്താ പാലക്കാട്ടെ ഇപ്പോഴത്തെ സാഹചര്യം? പാലക്കാട് കുറച്ച് വർഷങ്ങളായിട്ട് UDF ഇപ്പോഴും അത് വരും. ഇനിയിപ്പോ മാങ്കൂട്ടത്തിൽ ഇപ്പോ നിൽക്കണം കൂടി വൻപിച്ച ഭൂരിപക്ഷം ജയിക്കും. അത്രയും സ്ട്രോങ് ആള്, മനസ്സിലായി. പക്ഷേ ഈ വിവാദങ്ങളും ലൈംഗിക ആരോപണങ്ങളൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അതെല്ലാം കോടതി വിധി വരും. അതെല്ലാം ചുമ്മാ ഈ മറ്റുള്ള പാർട്ടിക്കാരെ അവനെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അത് കോടതി വിധി വരും, അത്രയാണ്. പക്ഷെ UDF പിടിക്കും. UDF വരും. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ വലിയ പ്രതീക്ഷയിലാണല്ലോ. ഇവിടെ കുറെ പേരൊക്കെ ഇപ്പൊ മോദി ഇപ്പൊ ഡെയിലി പാലക്കാട് വന്നാലും ശരി കിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോ ഒരുപാട് വോട്ട് ഉയർത്തിയതല്ലേ? അതെല്ലാം അവര് കുറെ 6-7 പ്രാവശ്യമായിട്ട് നിൽക്കില്ല. അവിടെ എവിടെയൊക്കെ കിട്ടിയോ എന്തെങ്കിലും? എല്ലായിടത്തും വോട്ട് കൂട്ടിയിട്ടുണ്ട്. വോട്ട് കൂട്ടിയിട്ടുണ്ട്, അതന്നെ ജയിക്കുന്നില്ലല്ലോ. ഓക്കെ, അപ്പോ കോൺഗ്രസിന് തന്നെയാണ് പാലക്കാട് എന്ന് പറയുകയാണ്. ശോഭാ സുരേന്ദ്രൻ വോട്ട് ഉയർത്തുമായിരിക്കും, പക്ഷേ അത് റിസൾട്ട് ആ രീതിയിൽ ഉണ്ടായില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് കുറച്ച് പേര് കൂടി വരുന്നുണ്ട്, അവരോടുകൂടി ചോദിക്കാം. പാലക്കാട്ടെ സാഹചര്യം? ഇലക്ഷനല്ലേ, ഞാൻ LDF കാരിയാണ്. പക്ഷെ എന്നാലും ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ച് പിഷാരടി ജയിക്കാനാണ് സാധ്യത. ആണല്ലേ?
LDF ആയിട്ടും NMR-ൽ എത്ര വിശ്വാസം ഇല്ലാത്ത എന്താ? അത് വിശ്വാസക്കുറവല്ല, നമ്മുടെ ഒരു പാലക്കാടിന്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിഷാരടിക്കായിരിക്കും ഹോൾഡ് കൂടുതൽ. കാരണം ഒന്നാമത് സിനിമാ നടനാണ്, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് ആളുകളെ പിടിച്ചിരുത്താൻ അറിയാം. അതുകൊണ്ട് തന്നെ പുള്ളി പറയുന്ന കാര്യങ്ങളോട് ആളുകൾക്ക് യോജിപ്പുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പുള്ളി ജയിക്കാനാണ് സാധ്യത. പിന്നെ റസാക്ക് ജയിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. ഇപ്പൊ എന്റെ ഫാമിലിയിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ ആളുകളും വോട്ട് ചെയ്യാൻ പോകുന്നത് പിഷാരടിക്കാണ്. LDF-ന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ? അവരെല്ലാം കോൺഗ്രസ്സാണ്, ഞാൻ മാത്രമേ ഉള്ളൂ LDF എന്റെ വീട്ടില്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് എനിക്ക് അവരെ മാറ്റാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ വോട്ട് മാത്രമേ LDF-ന് പോവുള്ളൂ എന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ ഇതേപോലെ പല വീടുകളിലും സെയിം സാഹചര്യമായിരിക്കും. അപ്പൊ അങ്ങനെ ശോഭാ സുരേന്ദ്രൻ വലിയ പ്രതീക്ഷയിലാണല്ലോ. ശോഭാ സുരേന്ദ്രൻ പ്രതീക്ഷയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ പാലക്കാട് ഭാഗത്ത് ഇപ്പോ ചക്കാന്തറ ആ ഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടൊക്കെ ശോഭാ സുരേന്ദ്രന് കിട്ടും. ചക്കാന്തറ അങ്ങനെ കുറെ, മൂത്താന്തറ അങ്ങനെ കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പൊ ആ ഭാഗത്തുള്ള വോട്ടുകളൊക്കെ ശോഭാ സുരേന്ദ്രനായിരിക്കും കിട്ടുക. പക്ഷെ എങ്കിലും മെജോറിറ്റി രമേശ് പിഷാരടി കൊണ്ടുപോകും. ഓക്കെ, തെരഞ്ഞെടുപ്പ് ചൂടാണല്ലോ, എന്താ സാഹചര്യം ഇപ്പൊ കർഷകരുടെ കൂടെ പിഷാരടി നിൽക്കുന്നുണ്ട്. നെല്ലിന് 35 രൂപ വിലയാക്കിയിട്ടുണ്ട്. ഞാനൊരു കർഷകനാണ്. കർഷകരുടെ കൂടെ ഇത്രയും ബുദ്ധിമുട്ട് 10 കൊല്ലമായിട്ട് 5 കൊല്ലമായിട്ട് തീർത്താ തീരാത്ത സങ്കടത്തിലാണ് കർഷകർ. ഇപ്പൊ നെല്ലിന്റെ വില ഉൽപാദന ചെലവിനനുസരിച്ചിട്ട് കുറവാണെങ്കിൽ കൂടിയിട്ടും ഒരു 35 രൂപ ആക്കാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പിഷാരടിക്കാണ് കർഷകരുടെ ഒരു പ്രകടന പത്രിക വന്നപ്പോ തീരുമാനിച്ചാണോ? അതെ, കർഷകരുടെ കൂടെ ആയിട്ട് നിൽക്കണം. നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എല്ലാം അറിയുള്ളൂ. നെല്ലെടുക്കാൻ ഇത്ര ദിവസമായിട്ട് നെല്ല് കൊയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഇട്ടിരിക്കണം. നെല്ലെടുക്കാനില്ല. അതിന്റെ കൺസോഷൻ ഒപ്പിട്ടിട്ടില്ല ബാങ്കിൽ. എവിടെ കൊടുക്കണം എന്നറിയില്ല, ഏജന്റ് ആയിട്ടില്ല. മാത്തൂർ പഞ്ചായത്താണ് ഞാൻ. എന്താ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് സാഹചര്യം? എനിക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ട്രെൻഡിന് വിരുദ്ധമാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണ്ട. എൻ്റെ ഒരു ചോദ്യം, ഇപ്പം എന്തിനാണ് ഇന്നത്തെ ഇത്രയ്ക്കും ഇലക്ട്രോണിക് മാധ്യമങ്ങളൊക്കെ ഇത്രയ്ക്കും വ്യാപകമായി പ്രചരിച്ചിട്ടുള്ള ഒരു കാലത്ത് ഇങ്ങനത്തെ ഈ പ്രചാരണത്തിന്റെ ആവശ്യം എന്താണ്? സമാനമായ ചർച്ചകൾ ഞങ്ങൾ ഇന്നലെ നടത്തി. ഇത്രയധികം ഫ്ലെക്സ്, ഇത്രയധികം ചെലവ്. ഇപ്പം 1 കോടിയോളം രൂപ ശരാശരി ഒരു സ്ഥാനാർത്ഥിയും പാർട്ടിയും ഇപ്പം ഈ ഇലക്ഷന് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. ഈ ജയിച്ചു കഴിഞ്ഞാൽ ഈ 1 കോടി എങ്ങനെ തിരിച്ചെടുക്കാം, അടുത്ത ഇലക്ഷൻ എങ്ങനെ 1 കോടി സമാഹരിക്കാം എന്ന് ചിന്തിക്കാനേ അവർക്ക് നേരം ഉണ്ടാവുള്ളൂ. ഇവർക്ക് ആർക്കെങ്കിലും ഈ നാടിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാൻ ഇവർക്ക് സമയം കിട്ടും. ഈ പ്രചരണത്തിന്റെ കാര്യം എന്താ? ഇവർക്ക് 9 മണിക്കൊരു അല്ലെങ്കിൽ ഒരു കൃത്യസമയം പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ലൈവ് ഇട്ടാൽ പോരെ ഓരോ കാൻഡിഡേറ്റിനും. ഇത് കാണാത്ത കുട്ടികളോ വയസ്സായവരുണ്ടോ? ഒരു 65 വയസ്സിന് താഴെയുള്ള എല്ലാവരും ഇലക്ട്രോണിക് മീഡിയ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ പ്രഹസനത്തിന്റെ കാര്യം എന്താ? നമ്മൾ തന്നെ ചെലവഴിച്ച് നമ്മൾ തന്നെ വിഡ്ഢികളാക്കുന്ന ഒരു പ്രഹസനമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ പ്രശ്നങ്ങൾ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഇവിടുത്തെ ഈ ഓപ്പൺ ജിംനേഷ്യം കണ്ടിട്ടുണ്ടോ? അത് തകർന്നു കിടന്നിട്ട് ഇപ്പോൾ ഒരു വർഷങ്ങളായി. അതിൽ പകുതിയോളം ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. എന്നിട്ടും ഒരു 500ഓളം പേര് ദിവസവും അത് ഉപയോഗിക്കുന്നുണ്ട് രാവിലെ, ചുരുങ്ങിയത്. ഇത് വന്ന് നോക്കാൻ അത് MP രാജേഷ് MP ആണ് സ്ഥാപിച്ചത്. അപ്പം CPM-ന് താല്പര്യമില്ല. അത് നടത്തിപ്പ് ചുമതല ഇപ്പം നഗരസഭയ്ക്കാണ്, അവർക്കാണ് കൈമാറിയിരിക്കുന്നതാണ് എൻ്റെ അറിവ്. അവർക്കതിന് താല്പര്യമില്ല. ഇനിയിപ്പോൾ ഈ രണ്ടുപേരും ശ്രദ്ധിക്കണില്ലെങ്കിൽ അതൊരു ഇലക്ഷൻ ഒരു പ്രചരണ ആയുധമായിട്ട് ഉപയോഗിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. പിന്നെ അതിന്റെ പിറകിലൊക്കെ ഉള്ള എക്കണോമിക്സ് മനസ്സിലാകാനുള്ള കഴിവ് ജനങ്ങൾക്ക് ഇപ്പോഴും അതിനുള്ളൊരു നിലവാരത്തിലേക്ക് നമ്മുടെ നാട് എത്തിയിട്ടില്ല. അത് എത്തുന്നൊരു തലമുറ വരുമായിരിക്കും. അതുവരെ ഈ പ്രവർത്തനങ്ങൾ നടക്കും. വോട്ടാർക്ക് ചെയ്യണമെന്ന് ഇപ്പോഴും ജനങ്ങൾക്ക് ഒരു കൺഫ്യൂഷനാണ് പാലക്കാടിന്. കാരണം പലതരത്തിലുള്ള താല്പര്യങ്ങളുണ്ട്, പലതരത്തിലുള്ള സംഭവഗതികൾ മാറി മാറി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം അന്ന് തമ്മിൽ ഭേദം ഒരു തൊമ്മനെ തെരഞ്ഞെടുക്കാം എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും. നിങ്ങൾ ഇതൊന്നും എടുത്തോളൂ. എന്താ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് സാഹചര്യം? എന്താ സാഹചര്യം? ഭയങ്കര ചൂടാണല്ലോ പാലക്കാട്. ആർക്കാ സാധ്യത പറഞ്ഞാൽ നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ജയിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. പ്രവചിക്കാൻ പറ്റില്ല. ആർക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ തീരുമാനമുണ്ട്, പറയില്ല അല്ലേ? ഓ, UDF-ന് തന്നെ ചെയ്യുന്നു. UDF-ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാ വരുന്നെന്ന് അറിയില്ല. UDF-നെ വിജയിപ്പിക്കുന്നതിൽ ഒരാളാണ് അല്ലേ? ഓക്കെ ചേച്ചി, എന്താ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് സാഹചര്യം? നല്ല സാഹചര്യം, നല്ല മത്സരമാണല്ലേ? ഓക്കെ. ആര് ജയിക്കുമെന്നാ ചേച്ചിക്ക് തോന്നുന്നത്? അങ്ങനെയില്ല, ആര് ജയിച്ചു നമ്മൾക്ക് ഗുണമായിരിക്കണം. ആര് ജയിച്ചാലും നമ്മളെ
കെയർ ചെയ്യണം. ആർക്കാ കൂടുതൽ സാധ്യത ചേച്ചി കാണുന്നത്? അത് പറയാൻ പറ്റില്ല. കട്ടയ്ക്ക് നിൽക്കണം, എല്ലാവരും കട്ടയ്ക്ക് നിൽക്കണം, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പ്രവചിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നതാണ് പറയുന്നത്. പാലക്കാട്ടെ വോട്ടറാണോ? ആർക്കാ സാധ്യത? ബിജെപിക്ക്. പാലക്കാട് താമര വിരിയും. ഉറപ്പ്. പക്ഷെ ഇന്നലെ അവിടെ വടക്കന്തറയിലൊക്കെ ഉണ്ടായ സംഭവം വലിയ ചർച്ചയാണല്ലോ. അതിപ്പോ ഇലക്ഷൻ ആകുമ്പോ എല്ലാവിടെയും ഒരു സംഭവം ഉണ്ടാവും. സ്ഥാനാർത്ഥി തടയുന്നൊക്കെ സ്ഥാനാർത്ഥി തടയുന്നത് അതൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇലക്ഷൻ വർക്കാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ബിജെപി പാലക്കാട് വിരിയും. ഓക്കെ. പാലക്കാട് വോട്ടറാണോ? എന്താ പാലക്കാട്ടെ സാഹചര്യം? നല്ല കാര്യം തന്നെ, എല്ലാം നന്നായി നടക്കുന്നുണ്ട് ഇവിടെ. എല്ലാരും നല്ല മത്സരമാണ്. ആരൊക്കെ കൊടുക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. അപ്പൊ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മൂന്ന് പേരും ശക്തമായ പ്രചരണമാണ് മുന്നോട്ട് വെക്കുന്നത്. ബിജെപി അവർക്കൊരു സാധ്യത ഇവിടെ അക്കൗണ്ട് തുറക്കാൻ പറ്റുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. അതേസമയം പിഷാരടിയിലൂടെ നിലനിർത്തുമെന്ന് പറയുന്നു. NMR ഒരു വ്യവസായിയാണ്, അദ്ദേഹത്തിന് ലോക്കലായിട്ടുള്ള കുറെ സാധ്യതയുണ്ട്. അപ്പൊ അതിൽ ഏത് വർക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു? ബിജെപി കിട്ടിക്കഴിഞ്ഞാൽ സെന്ററിൽ നിന്ന് വല്ല ഇത് ഉണ്ടാവും, വല്ലതും കിട്ടും. പിഷാരടി ആകുമ്പോൾ കോൺഗ്രസ് ലോക്കല്, പിന്നെ NMR വളരെ ഇനിയും വീണ്ടും ലോക്കലായി. അപ്പോ മത്സരം ബുദ്ധിമുട്ട് തന്നെയാണ്. നോക്കിയിട്ട് കൊടുക്കണം. ആരുടെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ കേന്ദ്ര ഭരണമുള്ളതിന്റെ ഒരു ആനുകൂല്യം ശോഭയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും വളരെ ശക്തമായ മത്സരമാണ്. പാലക്കാട് വോട്ടറാണോ? എന്താ സാഹചര്യം ഇപ്പോ അനുകൂലം? ഇപ്പോ പിഷാരടിക്കാണ് അനുകൂലം. ഈ ഒരു സംഭവം നടന്നപ്പോ, ഇന്നലത്തെ സംഭവം മൂത്താന്തരയിൽ തടുത്തില്ല, അതിന്റെ ബെനിഫിറ്റും നമ്മുടെ പിഷാരടിക്ക് കിട്ടും. അല്ലെങ്കിലും കുറച്ച് മുൻതൂക്കം പാലക്കാട് സംബന്ധിച്ചിടത്തോളം UDF-നാണ് കൂടുതലുള്ളത്. ഇപ്പോ ഷുവറായി. ഇന്നലെ BJP പ്രവർത്തകരിൽ നിന്നുണ്ടായ സ്ഥാനാർത്ഥിക്കെതിരായ തടഞ്ഞുവെച്ച സംഭവം ഉൾപ്പെടെ ചർച്ചയാണ് പാലക്കാട് എന്ന് ഈ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ശക്തമായ മത്സരമാണ്. പ്രവചനാതീതം എന്ന് പറഞ്ഞവരാണ് നമ്മളോട് സംസാരിച്ചവർ കൂടുതലും. അതേസമയം എന്തും സംഭവിക്കാമെന്നൊരു സാഹചര്യം ഒക്കെ പാലക്കാടിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ശക്തമായ പോരാട്ടം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ വിധി എഴുതാൻ തീരുമാനമെടുക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പ്രവചനാതീതമാണ് പാലക്കാട് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പാലക്കാട് കോട്ടയിൽ നിന്നും ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം MG രേണുക, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.